ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന 2 സൗഹൃദ മത്സരങ്ങൾക്കുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിനെ 16-ാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുക. കൂടാതെ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിനെ കൂടി അദ്ദേഹത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. മെയ് മാസം അവസാനത്തിലാണ് വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുക. ഏതായാലും നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീം റൈറ്റ് ബാക്കുമാരുടെ കാര്യത്തിൽ ഒരു വലിയ ക്ഷാമം നേരിടേണ്ടി വരുന്നുണ്ട്. കാർലോ ആഞ്ചലോട്ടി ടീമിൽ ഉൾപ്പെടുത്താറുള്ള ഒരു താരമാണ് വാൻഡേഴ്സൺ. എന്നാൽ അദ്ദേഹം ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. വരുന്ന സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ വാൻഡേഴ്സന് കഴിയില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ക്വാളിറ്റി ഉള്ള റൈറ്റ് ബാക്ക് താരങ്ങളെ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ സെൻറ്റർ ബാക്ക് പൊസിഷനിലും റൈറ്റ് ബാക്ക് പൊസിഷനിലും ഒരുപോലെ കളിപ്പിക്കാൻ സാധിക്കുന്ന താരങ്ങളെ കൂടുതലായി വിളിക്കുക എന്ന ഒരു തന്ത്രത്തിലേക്ക് ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പോവുകയാണ് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നാച്ചുറൽ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഒരു താരത്തെ മാത്രമായിരിക്കും ആഞ്ചലോട്ടി വിളിക്കുക. അത് റോമയ്ക്ക് വേണ്ടി കളിക്കുന്ന സൂപ്പർ താരമായ വെസ്ലി ആയിരിക്കും. ആഞ്ചലോട്ടിയുടെ പ്രധാനപ്പെട്ട പ്ലാൻ എന്തെന്ന് വെച്ചാൽ വേൾഡ് കപ്പിൽ എഡർ മിലിറ്റാവോയെ കളിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ എഡർ മിലിറ്റാവോയെ കളിപ്പിക്കുക എന്നുള്ളതാണ് ആഞ്ചലോട്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സെൻറ്റർ ബാക്ക് പൊസിഷനിലും റൈറ്റ് ബാക്ക് പൊസിഷനിലും ഒരുപോലെ കളിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് എഡർ മിലിറ്റാവോ. ആഞ്ചലോട്ടി ഇദ്ദേഹത്തെ കൂടുതലായിക്കൊണ്ട് റൈറ്റ് ബാക്ക് ആയിക്കൊണ്ടായിരിക്കും ഉപയോഗപ്പെടുത്തുക. കൂടാതെ നിലവിൽ ഫ്ലമംഗോക്ക് വേണ്ടി കളിക്കുന്ന സീനിയർ താരമായ ഡാനിലോയെ വിളിക്കാനും ഇപ്പോൾ ഈ പരിശീലകന് പ്ലാനുകൾ ഉണ്ട് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. റൈറ്റ് ബാക്ക് പൊസിഷനിലും സെൻറ്റർ ബാക്ക് പൊസിഷനിലും ഒരുപോലെ കളിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ്, ഒരു വെറ്ററൻ താരമാണ് ഡാനിലോ. ചുരുക്കത്തിൽ ഈ 2 താരങ്ങളെയും അഥവാ ഡാനിലോ, എഡർ മിലിറ്റാവോ എന്നിവരെ ഉപയോഗപ്പെടുത്താനാണ് ആഞ്ചലോട്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഒരുപാട് ഓപ്ഷനുകൾ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമല്ല. അതുകൊണ്ടാണ് മറ്റൊരു രീതിയിലേക്ക് അദ്ദേഹം ഇപ്പോൾ മാറുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.